സംസ്ഥാന ബഡ്ജറ്റ് പ്രഖ്യാപിച്ചതിന് ശേഷം അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒട്ടേറെ പേരാണ് രംഗത്ത് വന്നിരിക്കുന്നത്. ജനോപകാരമെന്ന ബഡ്ജറ്റെന്നും ജനദ്രോഹമുള്ള ബഡ്ജറ്റുമെന്നുള്ള വാദങ്ങളും ഉയരുന്നുണ്ട്. ഭരണപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ബഡ്ജറ്റിനെ ജനനന്മയ്ക്ക് ഉതകുന്നതാണെന്ന് പറയുമ്പോൾ ജനതയെ ആകെ പരിപൂർണമായും വഞ്ചിക്കുന്ന ബഡ്ജറ്റാണിതെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട BJP നേതാവ് ഷോൺ ജോർജിന്റെ ഫേസ്ബുക്ക് കുറിപ്പാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കൂടുതൽ ചർച്ചയായി മാറിയിരിക്കുന്നത്. കർഷകരുടെ ക്ഷേമത്തിനു വേണ്ടി യാതൊരു വിധത്തിലുള്ള പദ്ധതികളും ബഡ്ജറ്റിൽ ഇല്ലെന്ന് ഷോൺ വിമർശിക്കുന്നുണ്ട്. പരിപൂർണമായും കർഷകദ്രോഹ ബഡ്ജറ്റാണിതെന്നും ഷോൺ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇടിവെട്ടിയവന്റെ തലയിൽ പാമ്പ് കടിച്ച പോലെയായി സംസ്ഥാന ബഡ്ജറ്റെന്ന താരതമ്യമാണ് ഷോൺ നടത്തിയിരിക്കുന്നത്. ഇതുവരെ നടക്കാത്ത 2024 ബഡ്ജറ്റ് നിർദ്ദേശങ്ങൾ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ ഷോൺ അക്കമിട്ട് നിരത്തുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ബഡ്ജറ്റിൽ ഉൾപ്പെട്ട വിഴിഞ്ഞം നവായിക്കുളം ഔട്ടർ റിംഗ് റോഡിന് ഭൂമി പോലും ഇതുവരെയും ഏറ്റെടുത്തിട്ടില്ല. അതുപോലെ കേരളീയം പരിപാടിയുടെ ഭാഗമായി 10 കോടി മാറ്റിവെച്ചുവെങ്കിലും നടപ്പാക്കിയില്ല. APJ അബ്ദുൽ കലാം ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിലും 3 സെന്റർ ഫോർ എക്സലൻസ് ആരംഭിക്കാൻ 71 കോടി മാറ്റിവെച്ചുവെങ്കിലും ഇതുവരെയും നടപ്പാക്കിയിട്ടില്ല. കടലാക്രമണ ഭീഷണി നേരിടുന്നവരെ മാറ്റിപ്പാർപ്പിക്കാൻ സർക്കാർ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പുനർഗ്രഹം പദ്ധതി നടപ്പാക്കിയിട്ടില്ല. ഒരു വീടിന് 10 ലക്ഷം രൂപയ്ക്ക് 12 മാസത്തിനകം പണി തീർത്തില്ലെങ്കിൽ 18% പലിശ സഹിതം പണം തിരിച്ചടയ്ക്കണമെന്നായിരുന്നു വ്യവസ്ഥ. 5 മാസമായി ഈ പദ്ധതി നടപ്പാക്കുന്നതും കാത്തിരിക്കുകയാണ് ജനങ്ങൾ. അതുപോലെ മുതലപ്പുഴ ഫിഷിംഗ് ഹാർബറിന് കഴിഞ്ഞ ബഡ്ജറ്റിൽ 10 കോടി അനുവദിച്ചതിന് പുറമെ കേന്ദ്ര സർക്കാർ 177 കോടിയും നൽകിയിരുന്നു. എന്നിട്ട് പണി ഇപ്പോഴും തുടങ്ങിയിട്ടില്ല. 754 ആദിവാസി കുടുംബങ്ങൾക്ക് പുതിയ വീട് വെക്കാൻ ആരംഭിച്ച നവീകരണം പദ്ധതി ഇതുവരെയും പൂർണ്ണമായും നടപ്പാക്കിയില്ല. 4000 അപേക്ഷകൾ ഇപ്പോഴും കെട്ടിക്കിടക്കുകയാണ്. ഇടമലയാർ ഇറിഗേഷൻ പ്രൊജക്ട് ആകട്ടെ 35 കോടി അനുവദിച്ചുവെങ്കിലും സ്ഥലം എടുക്കുന്നതിനിടെയുണ്ടായ 49 അഴിമതി കേസുകളിൽ മുങ്ങി പണി മുടങ്ങിക്കിടക്കുന്നു. റബ്ബറിന് മിനിമം വിലയായി 250 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞുവെങ്കിലും നടപ്പാക്കിയിട്ടില്ല. കൊല്ലത്ത് നിന്ന് മാലിദ്വീപിലേക്ക് ക്രൂയിസ് വെസൽ ഏർപ്പെടുത്തുമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ KS എന്ന കമ്പനി ഉണ്ടാക്കിയതല്ലാതെ കാര്യം നടന്നിട്ടില്ല. അതുപോലെ 29 കോടി രൂപ മുടക്കി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സർജിക്കൽ റോബോട്ടിനെ വാങ്ങുമെന്ന് പറഞ്ഞതല്ലാതെ റോബോട്ട് ഇതുവരെയും ഇങ്ങെത്തിയിട്ടില്ല. 16 സ്വകാര്യ ഇൻഡസ്ട്രിയൽ പാർക്കുകൾ അനുവദിക്കുമെന്ന് പറഞ്ഞുവെങ്കിലും അതും നടപ്പാക്കിയിട്ടില്ല. 25 മറ്റ് പാർക്കുകളും തുടങ്ങുമെന്ന് പറഞ്ഞതല്ലാതെ അതിന്റെ വിവരങ്ങൾ പോലും ഇപ്പോൾ ലഭ്യമല്ലെന്നതാണ് വാസ്തവം. 20 ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പബ്ലിക് ഗാർഡനിംഗ് ഫെസിലിറ്റികൾ ഏർപ്പെടുത്തുമെന്നും 500 പേർക്ക് വരെ ഒന്നിച്ചു കൂടാനുള്ള വിവിധ സൗകര്യങ്ങൾ ഉണ്ടാകുമെന്നും പ്രഖ്യാപിച്ചിരുന്നു. അതിനായി 50 കോടി രൂപ നീക്കിവെച്ചുവെങ്കിലും ഒന്നും നടന്നിട്ടില്ല. കുട്ടനാട്ടിൽ നിലവിലുള്ള പെട്ടിയും പറയും പരിപൂർണമായും മാറ്റി വെർട്ടിക്കൽ ഏരിയാസ് പമ്പ്സ് വെക്കുമെന്ന പ്രഖ്യാപനം വെള്ളത്തിൽ വരച്ച വര പോലെയായി. അതിനായി 36 കോടി രൂപ അനുവദിച്ചുവെങ്കിലും ഒരു പമ്പും വെച്ചിട്ടില്ല. പഴയ ലക്ഷം വീട് പുനർനിർമ്മിക്കാൻ സുവർണ ഭവനമെന്നും നവയുഗമെന്നും 2 പദ്ധതികൾ പ്രഖ്യാപിച്ച് 10 കോടി രൂപ മാറ്റി വെച്ചുവെങ്കിലും ഒറ്റ വീട് പോലും ഉണ്ടാക്കിയിട്ടില്ല. ഇൻഫ്രാസ്ട്രക്ചർ അപ്ഗ്രഡേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ പാർക്കും പ്രഖ്യാപനത്തിൽ മാത്രമായി ഒതുങ്ങിപ്പോയി. ഇൻഡസ്ട്രിയൽ പാർക്കുകൾക്കായി 36 കോടി 60 ലക്ഷം രൂപ നീക്കിവെച്ചിട്ടും അവിടെയും ഒന്നും ചെയ്തിട്ടില്ല. കഴിഞ്ഞ ബഡ്ജറ്റിലെ പ്രധാനപ്പെട്ട പ്രഖ്യാപനമായിരുന്നു കൊല്ലം തുറമുഖ വികസനം എന്നത്. അതും ഒന്നും നടന്നിട്ടില്ല. KSRTCയിലേക്ക് എക്കോ ഫ്രണ്ട്ലി ബസ്സുകൾ വാങ്ങാൻ 92 കോടി രൂപ മാറ്റിവെച്ചു എന്നല്ലാതെ ഇന്നുവരെ ഒന്നും വാങ്ങിച്ചിട്ടില്ല. ശ്രീചിത്ര തിരുനാൾ എഞ്ചിനീയറിംഗ് കോളേജ് മുൻനിര റിസർച്ച് സെന്റർ ആക്കുവാൻ 5 കോടി 28 ലക്ഷം രൂപ അനുവദിച്ചിട്ടും ഒന്നും ചെയ്തിട്ടില്ല. മോട്ടോർ വെഹിക്കിൾ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കുന്നതിന് 2.5 കോടി രൂപ മാറ്റിവെച്ചതല്ലാതെ ഒന്നും സ്ഥാപിച്ചിട്ടില്ല. അതുപോലെ ഫെറി കടത്താനായി പുതിയ ട്രാൻസ്പോർട്ട് വെയിൽസ് വാങ്ങാൻ 22 കോടി 30 ലക്ഷം രൂപ മാറ്റിവെച്ചുവെങ്കിലും ഒന്നും വാങ്ങിച്ചിട്ടില്ല. അതോടൊപ്പം അക്കാഡമിക് സ്റ്റാൻഡേർഡ് ഉയർത്തിക്കൊണ്ട് ഒരു ജില്ലയിൽ ഒരു മോഡൽ സ്കൂൾ തുടങ്ങുമെന്ന പ്രഖ്യാപനം ഉണ്ടായിരുന്നുവെങ്കിലും ഒന്നും തുടങ്ങിയിട്ടില്ല. കൊച്ചിയിൽ 150 കോടി രൂപ ചിലവിൽ ഇന്റഗ്രേറ്റഡ് വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം തുടങ്ങുമെന്ന് പറഞ്ഞുവെങ്കിലും അതും തുടങ്ങിയില്ല. ചരിത്രം, പാരമ്പര്യം, സസ്യവൈവിധ്യം, നാടൻ കലാരൂപങ്ങൾ എന്നിവക്കായി ശിഖ എന്ന മ്യൂസിയം ഉണ്ടാക്കുമെന്ന് പറഞ്ഞതല്ലാതെ ഉണ്ടാക്കിയിട്ടില്ല. കേരളത്തിലെ ഓരോ മ്യൂസിയവും നവീകരിക്കാൻ ഓരോന്നിനും 5 കോടി വീതം കൊടുക്കാമെന്ന് തീരുമാനിച്ചുവെങ്കിലും ഒന്നും നവീകരിച്ചില്ല. ജില്ല തോറും ഹെറിറ്റേജ് മ്യൂസിയത്തിന് 5 കോടി അനുവദിച്ചു എന്നല്ലാതെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല.
കൊച്ചിയിലെ മ്യൂസിയത്തിന് 5 കോടി അനുവദിച്ചുവെങ്കിലും മ്യൂസിയം ഉണ്ടായില്ല. സ്പോർട്സ് നോളജ് റെപ്പോസിറ്ററി സ്കീമിന് 50 ലക്ഷം അനുവദിച്ചുവെങ്കിലും കാര്യമായി ഒന്നും ചെയ്തില്ല. വനമേഖലയിലും തീരമേഖലയിലും ഡി അഡിക്ഷൻ സെന്ററുകൾ സ്ഥാപിക്കാൻ 10 കോടി രൂപ നീക്കിവെച്ചെങ്കിലും ഒന്നും സ്ഥാപിച്ചില്ല. 5 പുതിയ നഴ്സിംഗ് കോളേജുകൾ കാസർഗോഡ്, വയനാട്, പാലക്കാട്, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ സ്ഥാപിക്കുമെന്ന് പറഞ്ഞതല്ലാതെ സ്ഥാപിക്കലൊന്നും നടന്നില്ല. അതോടൊപ്പം അംഗൻവാടി ജീവനക്കാർക്ക് 2 ലക്ഷം രൂപ കവറേജുള്ള പുതിയ ഒരു ഇൻഷുറൻസ് സ്കീം നടപ്പാക്കുമെന്ന പ്രഖ്യാപനത്തോടെ അതിനായി 1 കോടി 20 ലക്ഷം രൂപ നീക്കിവെച്ചു എന്നല്ലാതെ പക്ഷേ ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. ഇതുപോലെയുള്ള പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങിയ ഒട്ടേറെ പദ്ധതികളെ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഷോണിന്റെ വസ്തുതകൾ നിരത്തിയുള്ള വിമർശനം. നിരവധി പേരാണ് ഷോണിനെ പിന്തുണച്ച് സർക്കാരിനെ വിമർശിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്.